നീറ്റ് കഴിഞ്ഞു, ഇനി എന്ത്? എൻ്റെ പേര് ഡോക്ടർ ഫവാസ് ഉസ്മാൻ ആൽക്കൽ, ഹെൽപ്പ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ CEO ആണ്. നിങ്ങൾ ഇന്നലെ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും. ഈ നീറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആകുലതപ്പെട്ടിരിക്കുകയാണ്. അതായത് എനിക്ക് എത്രയൊക്കെ സ്കോർ ഉണ്ടാവും, എനിക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും, എനിക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ കരിയറിൽ ഉള്ളത് എന്നുള്ളത്. സോ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ എക്സാം വളരെ ടഫാണ് എന്നുള്ള ഇൻഫോർമേഷനാണ് എനിക്ക് എല്ലാ കോണിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ എക്സാം ഈസി ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നീറ്റിന് കിട്ടാൻ അവസരം കൂടുകയോ, നീറ്റ് എക്സാം ടഫായി എന്നുള്ളത് കൊണ്ട് നീറ്റ് കിട്ടാണ്ടിരിക്കാനോ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവുമല്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. സോ കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ എക്സാമിനേഷൻ ടഫ് ആകുമ്പോൾ എല്ലാവർക്കും ടഫാണ്, എക്സാമിനേഷൻ ഈസി ആകുമ്പോൾ എല്ലാവർക്കും ഈസിയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടഫ്നെസ് ഈസിനെസ് എന്നുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് മാനദണ്ഡമല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കോർ ഇപ്പോൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. അതിന് ആരും പേടിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ സ്കോർ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് എത്ര കണ്ടിട്ട് സ്കോർ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 570 എബോ അല്ലെങ്കിൽ ഒരു 600 എബോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, 600 എബോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ അലോട്ട്മെൻറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ 600-ന് താഴെയാണ് സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫർദർ ആയിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക. അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സിനാവാം, അതല്ലെങ്കിൽ വിദേശത്തോട്ടുള്ള MBBS-നാവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിനോ, അങ്ങനെ എന്തിനെങ്കിലും ആവാം. ആ രണ്ടാമത്തെ ഓപ്ഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാണ്ട് എക്സാമിനേഷൻ ടഫാണ് എന്ന് കരുതിയിട്ട് 400-നും 350-ഉം 480-ഉം 510 ഉള്ള കുട്ടികൾക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. സോ നിങ്ങളും 500-ഓ 510-ഓ കിട്ടുമെങ്കിൽ നാട്ടിൽ കിട്ടും എന്നുള്ള രീതിയിൽ ഇരിക്കരുത്. ഞാനത് നിങ്ങളെ എബ്രോഡ് MBBS-ന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഞാൻ വാസ്തവം പറയുന്നതാണ്. കാരണം വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും MBBS-നാണെങ്കിലും ഇനി വേറെ കോഴ്സാണെങ്കിലും ഞങ്ങളുടെ കൺസൾട്ടൻസി വഴിയാണെങ്കിലും വേറെ കൺസൾട്ടൻസി വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് നിങ്ങൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒത്തിരി നല്ല മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടാവും. അതൊന്ന്. ഇനി നിങ്ങൾ വേറെ കോഴ്സസിനെ നോക്കുന്നതാണെങ്കിൽ ആ കോഴ്സും ഫില്ലാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പാരലലി നിങ്ങളൊരു ഓപ്ഷൻ കണ്ടുവെക്കുക തന്നെ വേണം. പിന്നെ ഒരു കാര്യം കൂടി ചിന്തിക്കുക, നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചവരായിരിക്കും. യാതൊരു വിധത്തിലുള്ള വിഷമവും വേണ്ട. ഈ നീറ്റ് എക്സാമും മെഡിസിനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു ഇത് വേണം. എന്ത് വേണം? ഇത്രയും കുട്ടികളുടെ ഇടയിൽ, അതായത് 27 ലക്ഷം കുട്ടികളുടെ ഇടയിൽ 1 ലക്ഷം കുട്ടികളെ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഞാൻ മുന്നത്തെ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്സും മെഡിസിന് പഠിപ്പിക്കുന്ന ടോപ്പിക്സും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. സോ അതുകൊണ്ട് ആരും ടെൻഷൻ ആവരുത്. നീറ്റ് ഫെയിലായി എന്ന് വിചാരിച്ച് നിങ്ങളുടെ കരിയറിനെ യാതൊരു വിധത്തിലും ബാധിക്കത്തുമില്ല. ഇനി വേറൊരു കാര്യം കൂടി, ഒരു കാരണവശാലും നീറ്റ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. വീണ്ടും ഞാൻ പറയണം, ഇപ്പോൾ +2 കഴിഞ്ഞവരാണെങ്കിൽ പോലും റിപ്പീറ്റിംഗ് ഒഴിവാക്കുക. റിപ്പീറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കരിയറിൽ യാതൊരുവിധ ബെനിഫിറ്റ്സും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ പോലും ഫസ്റ്റ് റിപ്പീറ്റിന് പോലും പോകരുത്. ഞാൻ എന്നെ പേഴ്സണലി അറിയുന്നവരടുത്തും പറയുന്നതാണ്. നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം കിട്ടാത്ത കുട്ടികൾ രണ്ടാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും, രണ്ടാമത് കിട്ടാത്തവർ മൂന്നാമത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. 3 തവണ റിപ്പീറ്റ് ചെയ്തവർ തന്നെ 40,000-40,000 മേലെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. സോ അങ്ങനെ വരുമ്പോൾ കിട്ടാനുള്ള ചാൻസ് റിപ്പീറ്റിംഗ് പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കുക. അതല്ലെങ്കിൽ MBBS തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിദേശത്തോട്ട് നോക്കുക. അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സീറ്റോ നോക്കുക. ഇതിനകത്ത് തന്നെ ഒരു കാര്യം കൂടിയും, ഈ സെൽഫ് ഫിനാൻസിങ് സീറ്റ് ഇന്ത്യയിൽ എങ്ങനെ പോയാലും 50 ലക്ഷം രൂപയുടെ താഴെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനി പ്രൈവറ്റ് NRI സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 lakhs-ന് താഴെ കിട്ടാനുള്ള ചാൻസും ഇല്ല. സോ നിങ്ങളടുത്ത് പല ഏജൻസിക്കാരും സമീപിക്കുന്നുണ്ടാവും. 35 ലക്ഷം രൂപക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് എടുത്തുതരാം, 60 ലക്ഷം രൂപക്ക് നമുക്ക് തമിഴ്നാട് കർണാടകയിൽ എടുത്തുതരാം എന്നൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനാണ്. കേരളത്തിനേക്കാളും റേറ്റ് കൂടുതലാണ് തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. മുമ്പ് കേരളത്തിനേക്കാളും കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിനേക്കാളും സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ആണെങ്കിലും NRI സീറ്റ് ആണെങ്കിലും അവിടെ കൂടുതലാണ്. സോ ആരും ഇതിൽ വീഴാണ്ടിരിക്കുക. പല പേരൻസും ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഏതെങ്കിലും ഏജൻസിക്കാർ 60-ന് എടുത്തുതരാം 70-ന് എടുത്തുതരാം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് അയ്യോ പ്രൈസ് അങ്ങോട്ട് കൂടി അതിന് 1 കോടി കൊടുക്കണം എന്ന് പറയും. നിങ്ങളിൽ പേയ്മെൻറ്റ് ഉണ്ടാവില്ല, നിങ്ങൾ കൊടുക്കില്ല, ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ചില ആൾക്കാർ കയ്യിൽ നിന്ന് എവിടുന്നേലും അറേഞ്ച് ചെയ്തിട്ട് പേ ചെയ്തിട്ട് പോവുകയും ചെയ്യും. സോ അതുകൊണ്ട്
നിങ്ങൾ ഇപ്പോൾ നീറ്റ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ സ്കോർ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഒരു 570 600 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. 570 600 താഴെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത് അതിനും ജോയിൻ ചെയ്യുക. ഇനി MBBS ആണ് വിദേശത്തോട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. ആരും റിപ്പീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകാണ്ടിരിക്കുക. ഓക്കെ, ബൈ.